നേപ്പാൾ ജൻസി കലാപത്തിനിടെ കാഠ്മണ്ഡുവിൽ ഇന്ത്യൻ സ്ത്രീ മരിച്ചു. ഹോട്ടലിൽ പ്രതിഷേധക്കാർ തീയിട്ടതിനെ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു മരണം. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയാണ് മരിച്ചത്. ആതിര സരസ്വത് നമുക്കൊപ്പം ചേരുകയാണ്. ആതിര, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഒരു ഇന്ത്യക്കാരിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇവർ എന്തിനു വേണ്ടിയാണ് നേപ്പാളിൽ എത്തിയത്? നമ്മുടെ സർക്കാർ ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വിനിൽ, നേപ്പാളിലേക്ക് ഇവർ പശുപതിനാഥ ക്ഷേത്രം സന്ദർശിക്കാനായിട്ടാണ് പോയത്. പശുപതിനാഥ ക്ഷേത്രം സന്ദർശിക്കാൻ പോയ ദമ്പതികളിൽ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശി രാജേഷ് ഗൗള ദേവിയാണ് മരിച്ചിരിക്കുന്നത്. ഇവർ സെപ്റ്റംബർ 7-നായിരുന്നു നേപ്പാളിലെത്തുന്നത്. കാഠ്മണ്ഡുവിലെ ഹിൽട്ടൺ ഹോട്ടലിൽ ഇവർ ഒരു റൂം എടുക്കുന്നു. ഇവർ 4-ാം നിലയിലാണ് താമസിച്ചിരുന്നത്. സെപ്റ്റംബർ 9-നാണ് ഇവർ താമസിച്ച ഹോട്ടലിലേക്ക് പ്രതിഷേധക്കാർ തീയിടുന്നത്. അതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തകർ ഇവർക്ക് രക്ഷപ്പെടാനായി ഒരു കയറിട്ട് നൽകുന്നുണ്ടായിരുന്നു. ആ കയറിൽ പിടിച്ച് ഇറങ്ങവേ ഇവർ കാൽ വഴുതി വീഴുകയായിരുന്നു. താഴെ ഇവരെ വീഴുമ്പോൾ പരിക്കേൽക്കാതിരിക്കാൻ മെത്തകളൊക്കെ വിരിച്ച് സജീവമാക്കിയിരുന്നു. പക്ഷേ ഇവർ വീണപ്പോൾ പരിക്ക് പറ്റുകയും ഇവരും ഭർത്താവും 2 വഴിക്കായി പോവുകയും ചെയ്യുകയായിരുന്നു. വീണ് പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഇവർക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ല. അതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. നിലവിൽ ഔദ്യോഗികമായ അറിയിപ്പ് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് ഇവരുടെ മകനായ വിശാൽ പറയുന്നുണ്ട്. ബിനിൽ, ശരി, ഒരു ഇന്ത്യക്കാരന് ജീവൻ അവിടെ നഷ്ടമായി എന്നുള്ള ഗുരുതരമായ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിര സരസ്വത്. നേപ്പാളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ പൗരന്മാർ പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മുൻകൂട്ടി അറിയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് അത് സാധിച്ചിരുന്നു എന്ന പ്രധാനപ്പെട്ട ചോദ്യം വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആതിരയാണ് ഒരിക്കൽ കൂടി വിവരങ്ങൾ നൽകിയത്.